വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞങ്ങളുടെ ഇന്ന് 28-ന് ഞങ്ങളുടെ ക്രിസ്മസ് അസോസിയേഷൻ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പം എപ്പോഴും എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ അകത്ത് സംബന്ധിക്കാനായിട്ട് പറ്റാറില്ല. കാരണം പലരും പല ജോലി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം ഇപ്രാവശ്യം ഏകദേശം കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാനും അനുവും കൂടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ ട്രീ ഒക്കെ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാം പുറത്തെടുത്ത് വെച്ച് ഞങ്ങൾ കസേര ടേബിളൊക്കെ എല്ലാം ഇറക്കിയിട്ടുണ്ട്. അപ്പം വൈകിട്ട് 7 മണിക്കാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതാ 7 മണിയായപ്പോഴത്തേക്കിന് ഞങ്ങൾ താഴെ ഇറങ്ങി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ഇപ്രാവശ്യം പിന്നെ ഇതിൻ്റെ അകത്ത് സംബന്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഡേറ്റ് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. ഇപ്പം ഞാനും അനുവും കൂടെ ഫുഡ് ഞങ്ങൾ കോട്ടയം ക്ലബ്ബിലാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാനും അനുവും കൂടെ വന്നതാണ്. ആൾക്കാരൊക്കെ ഏകദേശം എല്ലാവരും വന്ന് തുടങ്ങി. അപ്പം ഇതാ ഓരോ പ്രോഗ്രാമായിട്ട് നടക്കുന്നു. ഒത്തിരി ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം പിള്ളേർക്കും ഒക്കെ എല്ലാവർക്കും വലിയവർക്കും എല്ലാവരും എല്ലാത്തിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗെയിംസും കാര്യങ്ങളും ഒക്കെ. കാരണം അത്രയ്ക്ക് രസമായിട്ട് ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താനായിട്ട് പറ്റി. പിന്നെ എല്ലാവർക്കും അതുപോലെ ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുകയാണെങ്കിലും നമ്മൾ താഴോട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ നമ്മളെല്ലാവരെയും കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അന്നേരം ഹായ് ബൈ പറഞ്ഞ് എല്ലാവരും പോകണം, എല്ലാവരും അവരവരുടെ ജോലി തിരക്കിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ പറ്റുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനുമായിട്ട് നമ്മൾ കൂടുമ്പോഴേ നമുക്ക് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ സെലിബ്രേഷൻ നടക്കുകയാണ്. ഇതാ പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതിൻ്റെ ഒക്കെ പാട്ടെല്ലാം മ്യൂട്ടാക്കിയിരിക്കുകയാണ്. കാരണം കരയൊക്കെ ഇട്ടിട്ടാണ് പാടിയത്. അപ്പോൾ പിന്നെ എന്താണെങ്കിലും പിന്നെ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പിന്നെ ഞാനെല്ലാം മ്യൂട്ടാക്കിയതാണ്. അങ്ങനെ ദാണ്ട് എല്ലാം കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ പിന്നെ സൈലൻ്റ് നൈറ്റൊക്കെ പാടി എല്ലാം ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു. 7 മണി തൊട്ട് ഒരു 10:30-11 ഞങ്ങളുടെ പ്രോഗ്രാം തീർന്നപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫുഡ് ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഓരോ പീസ് കേക്കും ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ആരൻ്റെ ഫ്രണ്ട് ജോഷുവായും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റി ഈ ക്രിസ്മസ് പ്രോഗ്രാം. പിന്നെ ഒത്തിരി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് ഞാൻ പിള്ളേരെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അപ്പം പിന്നെ ബാക്കിയുള്ള അന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ ചെയർ, പിന്നെ അങ്ങനെ കുറേ ഗെയിം ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാം നല്ല രസമായിരുന്നു. നല്ലപോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ടും പറ്റി. അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാമും ഞങ്ങളിതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നതായിരുന്നു. അതായത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷേ എങ്കിൽ കുറേ പേർക്കൊക്കെ വരാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.